ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ സംഭവം ഇതാണ്. 2016 ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ കൊറോണയ്ക്ക് ശേഷമാണല്ലോ യൂട്യൂബേഴ്സ് ഇത്രയും വന്നത്. അന്ന് അധികം ആരും യൂട്യൂബേഴ്സിലില്ല, യൂട്യൂബ് ചെയ്യുന്നില്ല. അന്ന് ചെയ്യുന്നവർക്ക് വലിയൊരു യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടും കാണാൻ പറഞ്ഞു. അന്ന് വീഡിയോ ഇട്ടു. പിറ്റേ ദിവസം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിചാരിച്ച എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നാണ്. പക്ഷേ കളിയാക്കാൻ തുടങ്ങി കുറേ പേര്. ആ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളിയാക്കൽ. കാരണം അവർക്കും പുതുമയാണ്. ഇതുപോലെ നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊന്നും ആ സമയത്ത് ആരും യൂട്യൂബ് ചെയ്യുന്നില്ല. അങ്ങനെ ആ കളിയാക്കിയപ്പോൾ അന്ന് രാത്രി ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇത് 2016, വീഡിയോ അല്ല, ചാനൽ ഡിലീറ്റ് ചെയ്തു. 2016 അങ്ങനെ പിന്നെ ഒരു 7-8 വർഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. പിന്നീട് ഞാൻ ഇപ്പോഴാണ് അവൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അന്ന് കളിയാക്കിയതിൽ ഒരു ഫ്രണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ട്രാവൽ വ്ളോഗിങ് തുടങ്ങിയിട്ട് അവൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ നീയല്ലേ ഒരിക്കൽ എന്നെ ഇതുപോലെ കളിയാക്കിയത്, നീയൊക്കെ കാരണമല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞങ്ങൾ കളിയാക്കിയ നീ എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത്? ഞങ്ങൾ കളിയാക്കിയതല്ലോ, നീ കളിയാക്കിയല്ലേ ഉള്ളൂ. നീ ഡിലീറ്റ് ചെയ്യാൻ കാരണം നീയല്ലേ? ശരിയാണ്, ഞാൻ തന്നെയാണ് കാരണം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ കാരണം ഞാനാണ്. നഷ്ടം ആർക്കാണ്? എനിക്ക്. 6-7 വർഷം ഈ ഇത്രയും വർഷങ്ങൾ ഞാൻ വീഡിയോ കണ്ടിന്യൂ ഇട്ടിരുന്നെങ്കിൽ എൻ്റെ എഡിറ്റിങ്, അതുപോലെ തന്നെ എൻ്റെ പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ വീഡിയോൻ്റെ മറ്റ് ടെക്നിക്കൽ സൈഡ് എല്ലാം ഇമ്പ്രൂവ് ആയിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാനെന്ത് ചെയ്ത്? അവർ പറഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്തു, ഞാൻ ക്വിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, നമ്മൾ എങ്ങനെ മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ, നമുക്കതൊന്നും ശ്രദ്ധിക്കേ വേണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ പറയുന്നത് കേട്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫ് പോവും. ആകെ കുറച്ച് ഈ ഒരു ലൈഫിൽ കുറച്ച് സമയങ്ങൾ നമ്മൾ എത്ര പേരുടെ കേൾക്കും? ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 അഭിപ്രായമാണ്. പക്ഷേ ഇവിടെ തോന്നിയത് ചെയ്യുക, ശരിയെന്ന് തോന്നുന്നത് മാത്രം, അത് മതി. പറയുന്നവർ പറയട്ടെ, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. എന്താണോ നമുക്ക് ഇഷ്ടം അത് ചെയ്യുക. ഓരോ ദിവസവും നമ്മുടെ സ്കില്ല് ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഇരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വെച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓട്ടാത്തവരെ എനിക്കറിയാം. നന്നായി പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ കയറാത്ത കുറേ പേരെ അറിയാം. ഇഷ്ടമുള്ള ജോലി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളെ അറിയാം. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ വയസ്സായിട്ട് പല്ലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു ബെഡിൽ കിടക്കുമ്പോൾ അപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ചെയ്യുക. എന്താ പറയുക, ദിലീപ് ഒരു സിനിമ പറയുന്നില്ലേ, കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഏകദേശം ആയിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ ചായ വെച്ചിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ എന്തായാലും ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചു. ഇനിയിപ്പോൾ നിങ്ങളെന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ചായ കുടിക്കാതിരിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ചില്ല് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ. ഇവിടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തുക. അത് ശരിയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും